ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ദി കോൺസ്റ്റൻറ്റ് കംപ്ലൈനേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സ്ഥിരം പരാതിക്കാരാണ് ഇവർ. ഇത്തരം ആൾക്കാർക്ക് നിങ്ങൾക്കറിയാമായിരിക്കാം, എപ്പോൾ അവരെ കണ്ടാലും അവർക്ക് മുഴുവൻ പരാതികളേ ഉള്ളൂ. അവർക്ക് അവരുടെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കുന്നില്ല. അവർക്ക് പരാതികളാണ് മൊത്തം. പരാതി എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി മോശമാണ്, അവരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം മോശമാണ്, ഈ രാജ്യം മോശമാണ്, രാജ്യത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്, ഈ രാജ്യത്ത് അങ്ങനെയൊക്കെ അഴിമതികൾ നടക്കുന്നു, അല്ലെങ്കിൽ ഇതിങ്ങനെ നടക്കുന്നു, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, കൂട്ടുകാരിൽ ഇന്ന പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, എല്ലാം പ്രശ്നം. അവർക്ക് മഴ പെയ്താൽ പ്രശ്നം, മഴ പെയ്തില്ലെങ്കിൽ പ്രശ്നം. മഴ പെയ്താൽ ആകപ്പാടെ വെള്ളമാണ്, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇനി മഴ നിന്നാലോ ആകപ്പാടെ ചൂടാണ്, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലായിടത്തും അവർക്ക് പ്രശ്നങ്ങളാണ്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഇത് ലിസൺ ചെയ്യും. അവർക്ക് ചില ഉപദേശങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ കൊടുക്കും, സപ്പോർട്ടുകൾ കൊടുക്കും, ഇങ്ങനെയെല്ലാം കൊടുക്കും. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഇവരുടെ പരാതികളെന്ന് പറയുന്നത് തീരുന്നില്ല. ഇതിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പരിഹാരമോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് വേണ്ട. കാരണം ഇവർക്ക് പരിഹാരമല്ല വേണ്ടത്, ഇവർക്ക് ജസ്റ്റ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ മതി. അതായത് ഇവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന, ഇവർ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന, ഗ്യാദർ ചെയ്തിരിക്കുന്ന ഈ കംപ്ലീറ്റ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് വേറൊരാളിലേക്ക് ഇവർക്ക് ഡംപ് ചെയ്യണം. എങ്കിലേ ഉള്ളൂ അവർക്ക് പുതിയ സാധനം വീണ്ടും എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവരിലുള്ള കംപ്ലീറ്റ് നെഗറ്റിവിറ്റി, പരാതികൾ എന്ന് പറയുന്ന സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യാനായിട്ട് അവരുപയോഗിക്കുന്ന ഒരു ഡംപിങ് യാർഡാണ് നിങ്ങൾ. അതല്ലെങ്കിൽ ഡസ്റ്റ് ബിന്നാണ്, വേസ്റ്റ് ബിന്നാണ് നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് ഒരേ കംപ്ലൈൻറ്റ്, ഒരേ പരാതികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക. അവർക്ക് പരിഹാരമല്ല വേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ഒരു ഡംപിങ് യാർഡായിട്ടാണ്, ഈ പറഞ്ഞ പോലെ ഒരു വേസ്റ്റ് ബിന്നായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരുണ്ട് നിങ്ങളിലേക്ക് ഡംപ് ചെയ്തു, ഇനി നിങ്ങളത് ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ചിന്തിക്കേണ്ട, ഇവർ ഈ പറയുന്ന സമയം നിങ്ങൾക്കുണ്ടാകുന്ന ഇമോഷൻ വഴി, ഞാൻ നേരത്തെ പറഞ്ഞ കെമിക്കൽസ് ഉണ്ടായി, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്.